ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കുട്ടികൾക്കും പഠിക്കുന്നവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അങ്ങനെയുള്ള ഓഡിയൻസ് ഇന്ന് കാണുക. അല്ലാത്തവർക്ക് വേറെ വീഡിയോ കാണാൻ പറ്റുന്ന ടൈപ്പ് വീഡിയോസ് ചാനലിലുണ്ട്. മോട്ടിവേഷൻ സീരീസിൽ വരുന്ന വീഡിയോസ്, പോഡ്കാസ്റ്റിൽ വരുന്ന വീഡിയോസ്, അങ്ങനത്തെ വീഡിയോസൊക്കെ ഉണ്ട്. അത് പോയി കാണാം. അപ്പോൾ വിദ്യാർത്ഥികളായിട്ടുള്ളവരും പിന്നെ പഠിക്കുന്നവരായിട്ടുള്ളവരും ഇത് കാണുക. ഓക്കെ, ഇതിൽ കുറച്ച് ടിപ്സാണ് പറയുന്നത്. എങ്ങനെ നിങ്ങളുടെ പഠിത്തത്തിലുള്ള ഫോക്കസ് കൂട്ടാം, ഹൗ ടു കോൺസെൻട്രേറ്റ് അല്ലെങ്കിൽ ഹൗ ടു ഫോക്കസ് ഓൺ യുവർ സ്റ്റഡീസ്. ഒക്കെ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ വ്യക്തമായൊരു ലക്ഷ്യം വെച്ചിട്ട് വേണം പഠിക്കാൻ. വ്യക്തമായ ഉദ്ദേശത്തോടെ വേണം പഠിക്കാൻ. ജയിക്കുക എന്നുള്ളതായിരിക്കണം ആ ഉദ്ദേശം. എല്ലാ എക്സാമുകളുടെ ജയിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പഠിക്കുക. പഠിക്കുമ്പോൾ പഠനത്തിൻ്റെ മികവ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഇത് കുറച്ച് കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ സിറ്റുവേഷൻ ക്ലിയർ ചെയ്യുക. അതായത് നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സ്ഥലം ക്ലിയർ ആയിരിക്കണം. ഒരു പോസിറ്റീവ് മൈൻഡ് ചെയ്താക്കണം. അവിടെ ഈ അധികം നോയ്സ് ഒന്നും വരാൻ പാടില്ല. നല്ലൊരു സ്ഥലം, ശാന്തസുന്ദരമായ സമൃദ്ധമായൊരു സ്ഥലം കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ അത് കണ്ടുപിടിക്കുക. പിന്നെ ഐസക് ന്യൂട്ടനൊക്കെ മരക്കമ്പനിയുടെ അടുത്തിരുന്നാണ് പഠിക്കാൻ വിചാരിച്ചവൻ എവിടെ ഇരുന്നും വേണമെങ്കിൽ പഠിക്കാം. പിന്നെ ചില സ്റ്റഡീസ് പറയുന്നതെന്ന് വെച്ചാൽ നല്ല ഇങ്ങനത്തെ ഒറ്റപ്പെട്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഇരുന്ന് പഠിക്കുന്നത് തലച്ചോറിന് കൂടുതൽ റിലാക്സേഷൻ പറ്റും ആൻഡ് കൂടുതൽ പഠിക്കാനും പറ്റും. രണ്ടാമത്തത് ഫോക്കസ്. അതായത് നിങ്ങൾക്ക് വേണ്ടത് ഫോക്കസാണ്. പഠിക്കുമ്പോൾ പഠിക്കുന്ന കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുക. അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിനെ ഒന്നും പറത്തി വിടാതെ ഒരു സ്ഥലത്ത് തന്നെ പിടിച്ചിരുത്തിപ്പിച്ചിട്ട് ഇന്ന് പഠിക്കാനിരിക്കുകയാണ്. അതാണ് ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം പഠിക്കലാണ്, മുന്നേറലാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് പഠിക്കുക. ഓക്കെ, പിന്നെ ഓരോ സബ്ജക്റ്റിനെയും കൃത്യമായിട്ട് എവാലുവേറ്റ് ചെയ്ത ശേഷം പഠിക്കുക. ഏത് സബ്ജക്റ്റിന് എത്ര സമയം പഠിക്കണം എന്നല്ല എവാലുവേറ്റ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് എളുപ്പം പഠിക്കാൻ പറ്റുന്ന സബ്ജക്റ്റ് ഇതാക്കുക. ഓക്കെ, ഈസിന്ന് തുടങ്ങിയിട്ട് ഹാർഡിലേക്ക് പോവുക. അപ്പം നമ്മൾ സ്റ്റെപ്പ് കയറി പോകുമ്പോൾ ഇതാണ്. ആദ്യം വരിങ്ങനെ കാലുവെച്ച് പോവാതെ മെല്ലെ മെല്ലെ വെച്ച് മുന്നോട്ട് പോയിട്ട് പതിയെ ഹാർഡിലേക്ക് പോവുക. പിന്നെ എക്സാംസിൻ്റെ ഒക്കെ അടുത്ത് എത്തുമ്പോൾ ഈസി ആയിട്ടുള്ള സബ്ജക്റ്റ് പഠിക്കാതെ കുറച്ച് ഹാർഡായിട്ടുള്ള സബ്ജക്റ്റ് പഠിക്കുക. അതിനെ കുറേ സെക്ഷൻസ് ആക്കി തിരിച്ച് എല്ലാത്തിനെയും ചെറിയ ഇതാക്കി ചെറിയ മെത്തേഡാക്കിയിട്ട് പ്രോബ്ലം സോൾവിങ് മെത്തേഡിലൂടെ പഠിക്കുക. അങ്ങനെ പഠിക്കുന്നതാണെങ്കിൽ അത് നമുക്ക് വേഗം തലച്ചോറിൽ കയറാം. അതായത് ബൈ ഹാർട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ വളരെ പെട്ടെന്ന് പഠിക്കുക. ഇങ്ങനെ ഓരോ പാർട്ടാക്കി പഠിക്കുന്നത് ഉപയോഗിക്കാം പറ്റും. പഠിക്കുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന കൂട്ടറാണെങ്കിൽ ക്ലാസ്സിൽ മസ്റ്റ് സ്റ്റേ ഫോക്കസ് ചെയ്യുക. അതായത് എന്നാണ് നിങ്ങളുടെ ട്യൂട്ടർ അല്ലെങ്കിൽ ടീച്ചർ പഠിപ്പിക്കുന്നത് അത് കൃത്യമായി കേൾക്കുക. ബാക്കി ഡിസ്ട്രാക്ഷൻസും വർത്താനം ഒന്നും പറയാനുള്ള ടൈമല്ല, ഇത് പഠിക്കാനുള്ള സമയമാണ്. പഠിക്കുക. ഓക്കെ, പഠനം എന്ന് പറയുന്നത് ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജാണ്. ആകെ 12 വർഷം പ്ലസ് 3 or 4 years നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഡിഗ്രി അനുസരിച്ചിട്ടാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇതാക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻജോയ് ചെയ്യേണ്ടതല്ല, സ്കൂൾ ലൈഫും കോളേജ് ലൈഫെല്ലാം എൻജോയ് ചെയ്യേണ്ടതാണ്. വൈബൊക്കെ എൻജോയ് ചെയ്തുകൊണ്ട് പഠിക്കേണ്ടതാണ്. അതും പഠനത്തിൻ്റെ ഭാഗമാണ്. പുറമേ നിന്നുള്ള എൻജോയ്മെൻറ്റും ഇതും അങ്ങനെ കുറേ ട്രാപ്പ് അങ്ങനത്തെ എല്ലാം പെടാൻ സാധ്യതയുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കുക. ഓക്കെ, നമുക്ക് ലൈഫിൻ്റെ ബാക്കി സ്റ്റെപ്പുകളെല്ലാം പിന്നെ ചെയ്യാം. ഇപ്പം ചെയ്യേണ്ട സ്റ്റെപ്പ് ഇപ്പം ചെയ്ത് വെക്കുക. പലതും പറയും അന്നത് ഇപ്പോഴേ കണ്ടു വെച്ചു ഇപ്പോഴത്തേക്ക് അതൊന്നും വേണ്ട. ലൈഫിൽ നിങ്ങൾക്ക് കിട്ടേണ്ട സംഭവങ്ങളെല്ലാം കിട്ടും. ഇപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പഠനത്തിലാണ്. അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. എളുപ്പം പഠിക്കാനായിട്ട് നമ്മൾ 25 മിനിറ്റ് പഠിക്കുക, എന്നിട്ട് 5 മിനിറ്റ് റെസ്റ്റ് എടുക്കുക എന്നുള്ള റൂൾസ് എടുക്കുക. പിന്നെ നന്നായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ ബുക്കിൻ്റെ മുമ്പിൽ മാത്രം കുത്തിയിരുന്നാൽ പോലെ. നിങ്ങളുടെ ആരോഗ്യം നല്ലതായിരിക്കണം, നിങ്ങളുടെ ഉറക്കം നല്ലതായിരിക്കണം, ഗുഡ് ക്വാളിറ്റി ഫുഡ് കഴിക്കണം. അതായത് നല്ല ഭക്ഷണം, ഹെൽത്തി ആയിട്ടുള്ള ആരോഗ്യം നിലനിർത്തുന്ന ഭക്ഷണം കഴിക്കണം. പിന്നെ ദിവസവും എക്സസൈസ് ചെയ്യണം. എക്സസൈസ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ഒരുപാട് ഇതാവും, മൈൻഡ് ഷാർപ്പാവും, നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്ത് കൂടും. നിങ്ങൾക്ക് കുറേ സമയം ഇരുന്നിട്ട്, അതായത് പഠിക്കാൻ എല്ലാവരും ഇരുന്ന് പഠിക്കുകയാണ് ചെയ്യാറ്. സ്വന്തം ഇരുന്നും കിടന്നും നല്ല പഠിക്കുന്ന കൂട്ടരുണ്ടാവും. മെയിനായിട്ട് ഇരുന്ന് പഠിക്കുന്ന കൂട്ടറാണെന്നുണ്ടാവുക. അപ്പം എക്സസൈസ് ചെയ്യുക. കാരണം ഇരുന്ന് പഠിക്കുമ്പോൾ നമ്മുടെ സ്പൈനിന് കുറച്ചും കൂടി ഇത് വരും. അപ്പോൾ ആ സ്പൈനൽ കോഡ് ശരിയായിട്ട് കൃത്യമായ പൊസിഷനൊക്കെ ഇതാക്കി നമ്മുടെ നട്ടലിൻ്റെ ഇതാക്കി നമ്മുടെ ശരീരത്തിൻ്റെ പോസ്റ്ററൊക്കെ ശരിയാക്കണമെങ്കിൽ നിങ്ങൾ എക്സസൈസ് ചെയ്യണം. കൃത്യമായ എക്സസൈസ് ചെയ്യുക. പിന്നെ വേണ്ടത് ഗുഡ് ക്വാളിറ്റി സ്ലീപ്പാണ്. നല്ലോണം ഉറങ്ങുക. ഓക്കെ, 7 മുതൽ 8 മണിക്കൂർ അല്ലെങ്കിൽ 9 മണിക്കൂർ എത്തുന്ന നല്ല സുഖസുന്ദരമായ ഉറക്കം.
വേണം. പിന്നെ നല്ലോണം വെള്ളം കുടിക്കണം. നല്ലോണം വെള്ളം കുടിക്കുക ആവശ്യത്തിനുള്ളത്. അത് 3 ലിറ്റർ വെള്ളമാണ് ഡോക്ടർമാർ പറയുന്നത്. നിങ്ങളുടെ BMI ബോഡിയും വെയിറ്റും പിന്നെ ഹൈറ്റും വെയിറ്റും ഒക്കെ അനുസരിച്ചിട്ട് നിങ്ങളുടെ ഏജ് അനുസരിച്ചിട്ടുമാണ് വെള്ളത്തിൻ്റെ ഇത് നോക്കുന്നത്.